Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. വ്യവസായം പരിപോഷിപ്പിക്കാൻ 2 കോടി രൂപ മുടക്കിയ സംരംഭകനെ സഹായിക്കാൻ പോലീസുമില്ല, സർക്കാരുമില്ല. ചേലാമറ്റം സ്വദേശി ജോർജ് ജോസഫിനെയാണ് ചെന്നൈ കമ്പനി നിലവാരമില്ലാത്ത മെഷീനറികൾ നൽകി കബളിപ്പിച്ചത്. യന്ത്രസാമഗ്രികൾ പോലീസ് സഹായത്തോടെ കടത്തിക്കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം നാട്ടുകാർ ചേർന്ന് തടസ്സപ്പെടുത്തി. 5 ലക്ഷം രൂപയാണ് അവര് ഈ സിംഗ് സെറ്റർ കമ്പനിയിൽ നിന്ന് അവർ എനിക്ക് തരുന്ന പൈസയിൽ നിന്ന് 5 ലക്ഷം രൂപ കുറച്ച് തരുള്ളൂ എന്നാണ് CI പറഞ്ഞത്. ഒക്കൽ പഞ്ചായത്തിലെ ഈസ്റ്റ് ചേലാമറ്റത്ത് 1993 പാറപ്പുറം വീട്ടിൽ ജോർജ് ജോസഫ് തുടങ്ങിയതാണ് സൂപ്പർ ബ്രിക്സ് എന്ന സംരംഭം. ഹോളോ ബ്രിക്സ്, പാവിംഗ് ഇന്റർലോക്ക് ടൈൽസ്, സോളിഡ് ബ്രിക്ക്, റൗണ്ട് ബ്രിക്സ് എന്നിവയാണ് കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ. 30 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ജോർജ് സ്ഥാപനത്തെ നല്ല രീതിയിൽ വളർത്തിയെടുത്തു. പ്രത്യക്ഷമായും പരോക്ഷമായും നാട്ടുകാരും അന്യസംസ്ഥാനക്കാരുമായ നിരവധി പേർക്ക് സൂപ്പർ ബ്രിക്സ് തൊഴിൽ നൽകി. 2022-23 വർഷത്തിൽ സംരംഭം കൂടുതൽ ആധുനീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹൈഡ്രോളിക് ബ്രിക്ക് മാനുഫാക്ചറിംഗ് മെഷീൻ സ്വന്തമാക്കാൻ ജോർജ് തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി ചെന്നൈയിലുള്ള സിം സെറ്റർ എന്ന കമ്പനിയുമായി കരാർ ഉണ്ടാക്കിയതോടെ ജോർജിന്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. 1,80 ലക്ഷം രൂപയാണ് മെഷീനറിയുടെ വില. ഇതിനായി ജോർജ് KFCയിൽ നിന്ന് ലോൺ എടുത്തു. പണം വാങ്ങി സിം സെറ്റർ കമ്പനി നൽകിയ മെഷീനറി യഥാർത്ഥത്തിൽ ജോർജിനെ ചതിച്ചു. കമ്പനി ഉറപ്പു നൽകിയ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്നും മെഷീനറിയിൽ നിന്ന് ലഭ്യമായില്ല. ഉൽപ്പന്നങ്ങളിൽ നിന്നും മാത്രം 1.25 കോടിയോളം രൂപയുടെ നഷ്ടവുമുണ്ടായി. മെഷീനറിക്ക് വേണ്ടി ചെലവാക്കിയ 1,80 ലക്ഷം വേറെയും. ഇതിനിടെ 2 വട്ടം മെഷീനറി മാറ്റി നൽകുകയും 2 മാസത്തോളം ചെന്നൈ കമ്പനി തന്നെ ഒക്കലിലെ സംരംഭം വാടകയ്ക്കെടുത്ത് പരീക്ഷണ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്തുവെങ്കിലും വിജയിച്ചില്ല. ഇതേ തുടർന്നാണ് മെഷീനറി തിരിച്ചെടുത്ത് മുടക്കിയ പണം തിരികെ നൽകണമെന്ന് കമ്പനിയോട് ജോർജ് ജോസഫ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കമ്പനി ഇതിന് തയ്യാറായില്ല. ഇപ്പോൾ പോലീസിന്റെ സഹായത്തോടെ മെഷീനറികൾ കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജോർജ് പറയുന്നു. ഇത് പിന്നെ ഞാൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ 2 മാസം മുമ്പ് കേസ് കൊടുത്തിട്ടുള്ളതും വീണ്ടും ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് CAക്ക് ഓൺലൈനിൽ ലെറ്റർ കൊടുത്ത് CAയുടെ അടുത്ത് നടപ്പാക്കാൻ ചെന്നപ്പോൾ എന്നെ CA വളരെ മോശമായിട്ട് ഇതൊന്നും നടക്കൂലടോ എന്നും പറഞ്ഞു വിടുകയും ലാസ്റ്റ് അന്യ സംസ്ഥാനത്തുള്ള വണ്ടിക്കാർക്കിടയിൽ കമ്പനിയുടെ സമ്മർദ്ദം ചെലുത്തി CI ബലമായിട്ട് എൻ്റെ ഇന്ന് കൊണ്ടുപോകാൻ വരികയും CI ഞാൻ വിട്ട എൻ്റെ ചാർട്ടർ അക്കൗണ്ടോടും എൻ്റെ ബ്രദറിനോടും അവർ 5 ലക്ഷം രൂപ CI കുറച്ചേ തരുള്ളൂ, അത് ഞങ്ങൾ നഷ്ടത്തിലേക്ക് എടുക്കും, അവർക്കിടെ നഷ്ടത്തിലേക്ക് എടുക്കും, അവർക്കെന്താ നഷ്ടമെന്ന് എനിക്കറിയില്ല, CI ആ പൈസ തരില്ല എന്ന് പറയുകയും ചെയ്ത് അവരെ പറഞ്ഞു വിടുകയും ചെയ്താണ്. ഇതല്ലെങ്കിൽ എൻ്റെ ഇവിടുന്ന് ബലമായിട്ട് CI എൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് ഇത് ഇറക്കി കൊണ്ടുവന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ ഈ ഇന്നലെ അവരെ ഇന്നലെ അവർ വരികയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് SIയും CIയും ഉൾപ്പെടെ 2 ജീപ്പ് പോലീസുകാർ 10-12 പോലീസുകാരും വന്ന് അവർക്കിടെ കുറച്ച് ഡ്രൈവർമാരും ഗുണ്ടകളും കൂടിയിട്ട് ഇത് ബലമായിട്ട് കടത്തിക്കൊണ്ടാവും നോക്കിയപ്പോൾ നാട്ടുകാരും ഇവിടെയുള്ള സുഹൃത്തുക്കളും എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടി വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ശക്തമായി തടയുകയും ഒരു 5-6 മണിക്കൂറത്തെ പ്രതിഷേധത്തിൽ തുടങ്ങി അവർ പോലീസുകാർ നിഷ്ഫലമായി പോവുകയും നാളെ വന്ന് ഞങ്ങൾ ബലമായി കൊണ്ടുപോകും എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഇത് കേക്ക് കൊണ്ടുപോയാൽ എനിക്ക് പൈസ കിട്ടൂല, പൈസ കിട്ടാണ്ടെന്ന് കഴിഞ്ഞാൽ ഞാനും 2 പിള്ളേരും ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾക്ക് പിന്നെ ഈ 2 കോടി 3 കോടി രൂപ ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പൈസ മേടിച്ചു തരുന്നതിന് വേണ്ടി എല്ലാ നാട്ടുകാരും എന്നെ സഹായിക്കണം, എൻ്റെ ഒപ്പം നിൽക്കണം.
ഈ പോലീസ് വിരുദ്ധ പരിപാടികൾ നിർത്തലാക്കുകയും ചെയ്യണം. പോലീസുകാർക്കിടെ ഗുണ്ടായിസാണ് ഈ കാണിക്കുന്നത്. പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ജോർജും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ചെന്നൈ കമ്പനിയുടെ എറണാകുളത്തുള്ള ഓഫീസിൽ പ്രതിഷേധിച്ചിരുന്നു. പെരുമ്പാവൂർ, എളമക്കര പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകുകയും ചെയ്തു. 1,61,66,000 രൂപ മെഷീനറി വിലയായും 13.5 ലക്ഷം രൂപ മോൾഡിംഗ് സാമഗ്രികൾക്കായും തിരികെ നൽകാമെന്നാണ് ചെന്നൈ കമ്പനി ഉറപ്പു നൽകിയിരുന്നത്. മെഷീനറികൾ കൊണ്ടുപോകുമ്പോൾ പണം നൽകുമെന്നായിരുന്നു കരാർ. എന്നാൽ മെഷീനറികൾ വലിയ വാഹനങ്ങളിൽ കയറ്റിയ ശേഷം തുകയ്ക്ക് ചെക്ക് നൽകാമെന്നായി കമ്പനി. എന്നാൽ കമ്പനിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ ഇത് അംഗീകരിക്കാൻ ജോർജ് തയ്യാറായില്ല. ഇതേ തുടർന്ന് പോലീസിന്റെ സഹായത്തോടെ വാഹനങ്ങൾ പുറത്തു കടത്താനുള്ള ശ്രമം ജോർജും സഹപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടയുകയും ചെയ്തു. പോലീസ് ജനങ്ങളെ സഹായിക്കാനുള്ളതല്ലേ. അപ്പൊ ഇവര് ഒരു കുടുംബം നശിച്ചു പോകണമെന്നാണ്. വാടക കൊടുത്താൽ പോരെ, വാടകയ്ക്ക് അതിന് വെയിറ്റിംഗ് ചാർജ് കൊടുത്താൽ പോരെ വണ്ടിക്കാർക്ക്. അതാണല്ലേ സാധാരണ ചെയ്യണേ. ലോഡ് വെട്ടി കഴിഞ്ഞാ അതിനല്ലേ നിയമം. നിരവധി പേർക്ക് ജീവനോപാധിയായ ഒരു ചെറുകിട സംരംഭത്തെ തകർക്കാൻ പോലീസ് ഒത്താശ ചെയ്യുന്നത് ശരിയല്ലെന്നും കമ്പനി തന്നെ ഒരു ഫ്രോഡാണോ എന്ന് സംശയമുണ്ടെന്നും നാട്ടുകാരും പറയുന്നു. ഇത് ഒക്കൽ പഞ്ചായത്തിൽ ചേലാമറ്റം കരയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഒരു 3 കൊല്ലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കൊല്ലം മുമ്പ് ഞങ്ങളുടെ നാട്ടുകാരനായ ജോർജ് എന്ന് പറയുന്ന വ്യക്തി സിൻസെക്ടർ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും മെഷീൻ വാങ്ങുകയും അത് ഹൈഡ്രോളിക്കിൻ്റെ കട്ട നമ്മൾ നിലത്തിരിക്കുന്ന കട്ടയുടെ കമ്പനിയാണ്. അത് അടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ മെഷീനറീസിൽ കൊണ്ടുവന്നതിലൊക്കെ ഡാമേജും നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് കംപ്ലൈൻറ്റും ആയിരുന്നു. അങ്ങനെ നമ്മൾ അവരോട് പരാതി പറയുകയും അവർ വീണ്ടും നമുക്ക് വേറൊരു മെഷീനറി കൊണ്ടുവന്നു. ആ മെഷീനറി വെച്ച് കഴിഞ്ഞിട്ടും അതും കംപ്ലൈൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത് ഇവരായിട്ട് ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തി. നമ്മൾ 1,90,00,000 രൂപയ്ക്കാണ് നമ്മൾ മിഷൻ വെച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വീട് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ലോൺ എടുത്ത് കാര്യങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞത് ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ട് 1,60,00,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് ഇവർ നമ്മളോട് പറയുകയും മിഷനറി പൊളിക്കുമ്പോൾ അല്ലെങ്കിൽ മിഷനറി പൊളിച്ച് തിരിച്ച് ഇവർ കൊണ്ടുപോകുന്ന സമയത്ത് പൈസ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. മിഷനറി ഇവർ പൊളിച്ചപ്പോൾ മുതലാളി ഇവരോട് പൈസ നമ്മളിങ്ങനെ ബാങ്കിലേക്ക് പൈസ നിങ്ങൾ തന്നെ എന്നിട്ട് നമുക്ക് മിഷനറി പൊളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു മിഷൻ പൊളിച്ചിട്ട് വാഹനത്തിൽ കയറ്റുന്ന ദിവസം പൈസ തരാമെന്നാണ് പറഞ്ഞത്. മിഷനറി ഇങ്ങനെ പൊളിച്ചു. ഒരാഴ്ചത്തെ നീണ്ടു നിന്ന പ്രോസസ്സാണ് മിഷനറി പൊളിക്കൽ. പിടിപ്പിച്ചതിൻ്റെ ഡബിൾ ഇരട്ടി പ്രയത്നമൊക്കെ എടുത്തിട്ടാണ് ഇത് പൊളിച്ച് ഇവർ ക്രെയിൻ സർവീസൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വണ്ടിയിൽ കയറ്റിയിട്ടും ഈ പറഞ്ഞ
നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനു വേണ്ടി മുടക്കിയ പൈസയോ തരാൻ തയ്യാറല്ല. ഇപ്പോൾ നമ്മൾ 1,90,00,000 രൂപയ്ക്ക് എടുത്ത മെഷീൻ നമ്മൾ ഇപ്പോൾ അവർ തരാമെന്ന് പറയുന്നത് 1,60,00,000 രൂപയാണ് നമുക്ക് തരാമെന്ന് പറയുന്നത്. അതുപോലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ അവർ തയ്യാറല്ല. ആ മൂലം ഇവിടെ നാട്ടുകാരും മുതലാളിയൊക്കെ ചേർന്ന് ഈ വാഹനം ഇവിടെ തടഞ്ഞു വയ്ക്കുകയും ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഒരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. ഇതിനെ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്രൈവർമാരായിട്ടും ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡ് പോലെ ഇത് വർക്കിലൊക്കെ ആയിട്ട് ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇതൊരു സംരംഭം തുടങ്ങിയ ഒരാൾ ആത്മഹത്യയിലേക്ക് എത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഇവിടെ പോലീസ് വരികയും ബലമായിട്ട് ഈ വണ്ടികളെല്ലാം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരായിട്ട് ഒരു ചർച്ച വെച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ചെക്ക് തരും, ചെക്ക് തന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടി കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് കമ്പനിക്ക് ചെക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവർ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകട്ടെ എന്ന് നമ്മൾ നാട്ടുകാരെല്ലാവരും പറയുകയും ചെയ്തു. അവർക്ക് ബാങ്കിലേക്ക് പൈസ തരാൻ തയ്യാറല്ല, അവർ ചെക്ക് തരാമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലായി ഞങ്ങൾക്ക് കമ്പനിയിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. കമ്പനി മൊത്തം അവരൊരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്ത് കാശടിക്കുക എന്നുള്ള ഒറ്റ ചിന്താഗതിയോടുകൂടി ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ ഇതൊരു പ്രസ്ഥാനമാണ്. ഇത് പണിക്കാർക്കും തൊഴിലാളിക്കും മുതലാളിക്കും ഒക്കെ ജോലി ചെയ്യണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു കമ്പനിയും അല്ല, അങ്ങനത്തെ ഒരു പ്രസ്ഥാനമല്ല. ഈ ലോഡ് ഈ വണ്ടിയിൽ കയറ്റിയപ്പോൾ തുടങ്ങിയ ഒരു പൈസ ഇടാന്ന് പറഞ്ഞ് ഇന്ന് 13ാമത്തെ ദിവസമാണ് ഈ വണ്ടി ഇവിടെ ലോഡായിട്ട് കിടക്കുന്നത്. ഇതുവരെ അവർ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് മുതലാളിക്ക് പൈസ കൊടുക്കുകയും ഈ പ്രസ്ഥാനം പുനഃസ്ഥാപിച്ചാലാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ജോലി ഉണ്ടാവുകയും ഈ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികളും നാട്ടുകാരും മുതലാളികളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇത് കാണുന്ന വ്യക്തികൾ മനസ്സിലാക്കാം, സ്വിംഗ് സെക്ടർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ മിഷനറി ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പോലീസിൻ്റെ സഹായത്തോടുകൂടി ഇവർ ഇത് പൈസ കൊടുക്കാണ്ട് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്. പോലീസ് നമ്മളോട് പറയുന്നത് ചെക്ക് തരാം, നിങ്ങൾ വണ്ടി വിടൂ എന്നാണ് പറയുന്നത്. ചെക്ക് ഞങ്ങൾ കമ്പനീനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു 6-7 ചെക്ക് അവരുടെ ബൗൺസ് ആയിട്ടുണ്ട്. പല ആൾക്കാർക്ക് ചെക്ക് കേസുകളുണ്ട് അവർക്ക്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ചെക്ക് മേടിച്ചിട്ട് ഇത് വിടാൻ പറ്റില്ല. അക്കൗണ്ടിൽ പൈസ കാണിച്ചിട്ട് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ തരാം. ഈ പൈസ മുതലാളിക്കൊന്നും ചെയ്യാനല്ല, ഈ ലോൺ എടുത്തിട്ടുണ്ട്. ഈ വീട് ഈ സ്ഥാപനങ്ങളും പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ടാണ് ലോൺ എടുത്തേക്കുന്നത്. ഈ പൈസ തിരിച്ചടയ്ക്കാനുള്ള പൈസയാണ്. ഇത് കൊടുത്തിട്ട് ഇവർ കൊണ്ടുപോവാം. പോലീസോ അധികാരികളൊന്നും നമ്മുടെ കൂടെയല്ല, ഇവരെല്ലാം ഈ കമ്പനീനെ അനുകൂലിച്ചാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങി ഈ പ്രസ്ഥാനം വിജയിച്ചത് നാടിനും നാട്ടുകാർക്കൊക്കെ ഒരു സഹായമാവേണ്ട ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇവിടുത്തെ അധികാരികളും പോലീസൊക്കെ നമ്മുടെ കൂടെ നിൽക്കേണ്ടതിന് ഇവർ കമ്പനിയുടെ കൂടെയാണ് നിൽക്കുന്നത്. ചെക്ക് വാങ്ങി തന്ന ഈ മിഷനറി ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകാന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് എൻ്റെ കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ഈ കമ്പനീനെ കുറിച്ച് അന്വേഷിച്ചാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ചെക്ക് കേസുകൾ കണ്ടമാനമുള്ള ഒരു കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ചെക്ക് കൊടുക്കുക, ബാങ്കിൽ പൈസ ക്രെഡിറ്റ് ആവില്ല, ചെക്ക് മടങ്ങുക, അതിൻ്റെതിരെ കേസ് നടത്തുക, അങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ ഞങ്ങൾ മുതലാളിയായാലും ഞങ്ങൾ തൊഴിലാളികളും നാട്ടുകാരും പറയണത് പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1,90,00,000 രൂപയ്ക്ക് വെച്ച സാധനം ഇപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് 1,60,00,000 രൂപ തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 4 മാസക്കാലം കമ്പനി ഇവർ തന്നെ വാടകയ്ക്ക് എടുത്ത് നടത്തി. ഇത് നമ്മളടിക്കണ കട്ട നമ്മൾ ചെയ്യണ പ്രവർത്തിപ്പിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞാണ് ഇവർ പ്രവർത്തിപ്പിക്കാനായിട്ട് ഏറ്റെടുത്തത്. ഈ പ്രവർത്തിപ്പിക്കാൻ ഏറ്റെടുത്തതിൻ്റെ വാടകയോ കറണ്ട് ബില്ലോ ഒന്നും അടച്ചിട്ടില്ല. അവർ ഈ സാധനങ്ങളൊന്നും അടയ്ക്കാണ്ടാണ് ഇവരിപ്പോൾ ഇവിടുന്ന് പോയേക്കുന്നത്. ഇതിൻ്റെ എഞ്ചിനീയർമാരോ കോൺട്രാക്ടർമാരോ ഒരാൾക്കും നമ്മൾ പറയണത് അവർ അംഗീകരിക്കില്ല. അവർ പറയണതെല്ലാം നമ്മൾ ഇത്രയും കാലം കേട്ടുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി പുറത്തേക്ക് വിടൂ, പൈസ ഞങ്ങൾ തരാം. ഈ സാധനങ്ങൾ പൊളിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത്രയും വലിയ മിഷനറി സാധനങ്ങൾ പൊളിച്ചൊരു വണ്ടിയിൽ കയറ്റി വെച്ചേക്കാണ്. ഈ പൈസ തരാൻ ഈ സാധനം കൊണ്ടുപോകുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അവർ ഒരു കാരണവശാലും പൈസ തരാൻ തയ്യാറല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഫ്രോഡ് കമ്പനിയാണ്. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഒരു ഫ്രോഡ് കമ്പനിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അധികാരികളും പോലീസുകാരൊക്കെ ഞങ്ങളുടെ കൂടെ നിൽക്കണം, ഞങ്ങളെ സഹായിക്കണം. പക്ഷേ ഒരു രീതിയിൽ അവർ നമ്മളെ സഹായിക്കാൻ തയ്യാറല്ല. അവർ പറയുന്നത് വണ്ടികൾ തടഞ്ഞിട്ടിരിക്കുന്നു, അവരുടെ വാഹനം തടഞ്ഞിട്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും നമുക്ക് 1,60,00,000 രൂപ വരാനുള്ളത് അവർ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ തയ്യാറല്ല പോലീസുകാർ. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക്, ഞങ്ങളിവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്കും പറയാനുള്ളത്. രക്ഷിക്കണം, ഇതിൻ്റെ ഫണ്ട് നിയമവിധേയനെ മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന് സഹായിക്കുക. കാരണം ഒരുപാട് പേരുടെ തൊഴിലാണ്, ഒരുപാട് പേര് ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. ചെറുകിട സംരംഭങ്ങളെയും തൊഴിൽ സാധ്യതകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാർ നയം എന്ന് പറയപ്പെടുന്നു. അതേസമയം വൻ തട്ടിപ്പിനിരയായി കോടികളുടെ ബാധ്യത ഉണ്ടായ ഒരു സംരംഭകൻ താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മയിലുണ്ടാകണം: നയം പ്രഖ്യാപനത്തിൽ മാത്രം പോരാ, പ്രവൃത്തിയിലും ഉണ്ടാകണം. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി.
എവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന് 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവലേഴ്സ് അങ്കമാലി. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി.